Hello! Chapter 9 House of Hundreds 2. One day, Akbar and Birbal were walking in a garden. അക്ബറിനെയും ബീർബലിനെയും എല്ലാവർക്കും അറിയാലോ അല്ലേ? ഒരു ദിവസം അക്ബർ ചക്രവർത്തിയും ബീർബലും കൂടി ഗാർഡനിലൂടെ നടക്കുകയായിരുന്നു. Many crows were flying in the sky around them. അവരുടെ ചുറ്റും കുറേ കാക്കകൾ പറക്കുന്നത് അവർ ശ്രദ്ധിച്ചു. Akbar was curious to know how many crows there were. അപ്പോൾ അക്ബർ ചക്രവർത്തി ആകെ ചിന്തിച്ചു, എത്ര ക്രോസ് ഉണ്ടാവും ഇത് ടോട്ടൽ ആയിട്ട്, എത്ര കാക്കകളായിരിക്കും ഞങ്ങളുടെ ചുറ്റും പറക്കുന്നുണ്ടാവുക. He announced a prize for anyone who could find this out. അങ്ങനെ ചിന്തിച്ച് അക്ബർ ചക്രവർത്തി ഒരു പ്രൈസ് അനൗൺസ് ചെയ്തു. നമ്മുടെ നാട്ടിൽ എത്ര ക്രോസ് ഉണ്ടെന്ന് കൃത്യമായി എണ്ണി നമ്പർ പറയുന്ന ആൾക്ക് ഒരു പ്രൈസ് തരുന്നതാണ്. People were wondering how to count crows which kept flying from one place to another. Akbar asked Birbal if he could figure this out. ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി, ക്രോസിനെ എണ്ണാനോ? കാക്കകൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇരിക്കുവോ? അവർ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പറന്നുകൊണ്ടേയിരിക്കും അല്ലേ? അങ്ങനെ അക്ബർ ബീർബലിനോട് ചോദിച്ചു, ബീർബൽ, നിങ്ങൾക്ക് ഈ കാക്കകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റുമോ? After thinking for a day, Birbal said, there are exactly 963 crows in our country. ഒരു ദിവസം മുഴുവൻ ചിന്തിച്ച് ബീർബൽ പിറ്റേന്ന് തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, രാജാവേ, നമ്മുടെ നാട്ടില് 963 ക്രോസ് ആണ് ടോട്ടൽ ഉള്ളത്. അക്ബർ വാസ് സർപ്രൈസ്ഡ് ആൻഡ് ആസ്ക്ഡ് ബീർബൽ, how can you be so sure? നിങ്ങൾക്ക് എങ്ങനെയാ അതറിയാം? എങ്ങനെയാ ഇത്ര കൃത്യമായിട്ട് ഈ നമ്പർ നിങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് എങ്ങനെ കിട്ടി? You can get them counted, said ബീർബൽ. ബീർബൽ എന്താ പറഞ്ഞത്? ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി എണ്ണി നോക്കൂ. What if there are less? അപ്പോൾ രാജാവ് ചോദിച്ചു, ഓക്കെ കൗണ്ട് ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞ നമ്പറിനേക്കാളും കുറവാണ് കിട്ടുന്നതെങ്കിലോ? The other crows would have gone on a holiday, said ബീർബൽ. അപ്പോൾ ബീർബൽ പറയാ, ഇത് നിങ്ങൾ എണ്ണീട്ട് ഞാൻ പറഞ്ഞ നമ്പറിനേക്കാളും കുറവാണെങ്കിൽ ഇവിടുത്തെ ക്രോസ് ഒക്കെ വേറെ സ്ഥലത്തേക്ക് വല്ല ടൂറും ട്രിപ്പും ഒക്കെ പോയതായിരിക്കാം. അപ്പൊ രാജാവ്, വാട്ട് ഇഫ് there are more? asked അക്ബർ. ഇനി എണ്ണമെടുത്തിട്ട് കൂടുതലാണ് കിട്ടുന്നതെങ്കിലോ? Crows from other places would be visiting the city, said ബീർബൽ. അതർ സിറ്റീസിലുള്ള ക്രോസ് ഒക്കെ നമ്മുടെ നാട് കാണാൻ വന്നതായിരിക്കും, അല്ലാതെ ഇതൊന്നും നമ്മുടെ നാട്ടിലെ ക്രോസ് അല്ല. അങ്ങനെയാണ് കൂടുതൽ നമ്പർ വരുന്നത്. അക്ബർ വാസ് ഹാപ്പി വിത്ത് ബീർബൽസ് റിപ്ലൈ ആൻഡ് ഗേവ് ഹിം ദ റിവാർഡ്. ആക്ച്വലി ബീർബൽ ഇവിടെ ക്രോസിന്റെ നമ്പർ കൗണ്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല അല്ലേ? ക്രോസിന്റെ നമ്പർ കൗണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബീർബൽ ബുദ്ധിപരമായ ഒരു ആൻസർ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് റാൻഡം ആയിട്ട് ഒരു നമ്പർ പറഞ്ഞു. വേറെ ആരും പോയിട്ട് അത് കൗണ്ട് ചെയ്ത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യില്ല എന്ന് ബീർബലിന് അത്ര ഉറപ്പാ. ഇനി ആരെങ്കിലും കൗണ്ട് ചെയ്തിട്ട് അവർക്ക് കുറച്ച് നമ്പറാ കിട്ടിയതെങ്കിലോ? അപ്പൊ പറയാം, ബാക്കിയുള്ള കാക്കകളൊക്കെ ടൂറ് പോയി. ഇനി ആൾക്കാർക്ക് കൗണ്ട് ചെയ്തിട്ട് കൂടുതലാ കിട്ടുന്നതെങ്കിലോ? അപ്പൊ അവര് പറയും, അതൊന്നും ഈ നാട്ടിലെ കാക്കയല്ല, വേറെ നാട്ടിൽ നിന്ന് കുറേ പേര് ഇവിടേക്ക് ടൂർ വന്നിട്ടുണ്ട്. അപ്പൊ നല്ല ഫണ്ണി സ്റ്റോറിയാണല്ലേ. നെക്സ്റ്റ്, ലെറ്റ് us do. ഇവിടെ ഒരാള് ലോറിയിൽ എന്തോ സാധനം ക്യാരി ചെയ്ത് കൊണ്ടുപോവാണ്. അത് കണ്ടപ്പോ ഒരു കുട്ടി ചോദിച്ചു, വാട്ട് ആർ യു ക്യാരിയിങ്? ഹൗ മെനി ആർ there? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഐ എം ക്യാരിയിങ് റൈസ്. I will show you how many sacks I have using these tiles. ആള് നേരിട്ട് ഇവിടെ എത്ര റൈസ് സാക്സ് ഉണ്ടെന്ന് പറഞ്ഞില്ല. അതിന് പകരം ഒരു പസിൽ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ പസിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ? ഇതിന്റെ മീനിങ് എന്താണ്? ഈ വലിയ ടൈലിന്റെ മീനിങ് ആണ് 100. ഈ ചെറിയ ടൈലിന്റെ മീനിങ് ആണ് 10. ആൻഡ് ഈ ടൈലിന്റെ മീനിങ് ആണ് 1. അപ്പൊ ഇത് ഉപയോഗിച്ച് ഇത് എത്ര നമ്പർ ഉണ്ടെന്ന് നോക്കിയേ. 100, 200, 300, 400, 500 and 600. 600 പ്ലസ് എത്ര 10ന്റെ സാക്ക് ഉണ്ട്? 10, 20, 30. 3 ഉണ്ടല്ലേ? ദാറ്റ് മീൻസ് 30. പ്ലസ് എത്ര സിംഗിൾ ഉണ്ട്? 1, 2. 600 plus 30 plus 2 which is equal to 632. നിങ്ങളിപ്പോൾ ആഡ് ചെയ്യാൻ പഠിച്ചല്ലോ. എങ്ങനെയാണ് ആഡ് ചെയ്യുക? 600 പ്ലസ് നെക്സ്റ്റ് എന്താണ്? 30 നെക്സ്റ്റ് 2. ഇങ്ങനെ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ട് 0 plus 2 is 2, 0 plus 3 is 3 and 6
632. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് റൈസ് സാക്സ് 632. Draw tiles like the driver to show the following numbers. You can do it in your notebook. അപ്പോൾ ഇപ്പോൾ ഡ്രൈവർ കാണിച്ചിരിക്കുന്നത് പോലത്തെ ബോക്സസ് ഈ നമ്പേഴ്സിന് വേണ്ടി നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുമോ? എല്ലാവരും സ്വന്തമായിട്ട് നോട്ട്ബുക്കിൽ വരച്ചു നോക്കുക. എന്നിട്ട് നമുക്ക് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. 800, ദാറ്റ് മീൻസ് 100ന്റെ 8 ബോക്സസ് വരയ്ക്കണം അല്ലേ? അപ്പോൾ വലിയ 1 2 3 4 5 6 7 8. ഇനി എത്ര ടെൻസിൻ്റെ ഇത് വേണം? 3 ടെൻസ്. 1 2 3. ഇനി സിംഗിൾസ് എത്രയാണ്? 2 1 2. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെയാണോ കിട്ടിയത്? ഇതുപോലെ നമുക്ക് ഓരോ നമ്പേഴ്സിനെയും നോക്കാം. അടുത്തത് 947. എത്ര 100 ആണ്? 900. എത്ര 10 ആണ്? 410. എത്ര സിംഗിൾ ആണ്? 7 സിംഗിൾ. അപ്പൊ വരച്ചു നോക്കാലോ. 900s, 4 10s, 7 സിംഗിൾസ്. നെക്സ്റ്റ് 726. എത്ര 100 ഉണ്ട്? 700. എത്ര 10 ഉണ്ട്? 2 10s. എത്ര സിംഗിൾ ഉണ്ട്? 6 സിംഗിൾസ്. 700s, 2 10s and 6 singles. Next 504. 100s 5 ഉണ്ട്, 10s 0. ഒറ്റ 10s പോലും ഇല്ല. Singles 4. 500s and 4 singles. Next 620. 600s ഉണ്ട്, 2 10s ഉണ്ട്, no single, 0 singles ആണ്. എങ്ങനെ വരയ്ക്കാം? 600s and 2 10s. നെക്സ്റ്റ് 700. 700 എന്ന് പറയുമ്പോൾ 700s ഉണ്ട്, പക്ഷെ നോ 10s, നോ സിംഗിൾസ്, കാരണം അതൊക്കെ 0 ആണ്. അപ്പൊ എങ്ങനെയാ വരയ്ക്കുക? 700s. ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ സ്വന്തമായിട്ട് തന്നെ വരച്ചു നോക്കണം. ഓക്കെ, അടുത്തത് ലെറ്റ് us locate the following numbers on the number line. ഏതൊക്കെ നമ്പേഴ്സ് ആണ് ഇവിടെ ലൊക്കേറ്റ് ചെയ്യാൻ തന്നിരിക്കുന്നത്? 530, 540, 628, 696 and 590. നമുക്ക് നോക്കാം. ആദ്യം തന്നെ 500നോട് 20 ആഡ് ചെയ്തപ്പോൾ 520 വന്നു. ഇനി അടുത്ത ലൈനിൽ എന്താണ് വരിക? 20 വീതമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 520. ഇനി 520യുടെ അടുത്ത് നമുക്ക് 20 കൂടി ആഡ് ചെയ്യണം. എങ്ങനെ ആഡ് ചെയ്യാം? +20. 0 + 0 0, 2 + 2 4, 540. അപ്പോൾ ഈ ബോക്സിൽ വേണ്ടത് 540 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് 540 കിട്ടി. അപ്പോൾ 530യോ? 530 വരിക 520യുടെയും 540യുടെയും ഇടയിലാണ് അല്ലേ? 30 എന്ന് പറഞ്ഞാൽ 20യുടെയും 40യുടെയും ഇടയിലാണ് അല്ലേ? അപ്പോൾ ഇവിടെയാണ് 530. അടുത്തത് 628. അതിനു മുമ്പിൽ ഇവിടെ ഒരു ബോക്സ് കാലിയാണല്ലോ. ഈ ബോക്സിൽ നമുക്ക് എന്ത് എഴുതാം? 560യോട് 20 ആഡ് ചെയ്യണം. എങ്ങനെ ആഡ് ചെയ്യാം? 560 + 20. 0 + 0 0, 6 + 2 8, 5. അപ്പോൾ ഇവിടെ എത്രയാണ് വരുന്നത്? 580. 580 + 20 600. 600 + 20 620. അപ്പോൾ ഇവിടെ ഏതാ വരിക? ഇവിടെ 640. ഇത് കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ ഇതുപോലെ ഒന്ന് എഴുതി ചെക്ക് ചെയ്യുക. 660, 680 and 700. നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് 628 ആണല്ലേ? അപ്പൊ 620 ഇവിടെ ഉണ്ട്. ഇതിന്റെ മിഡിലുള്ള നമ്പർ എത്രയാണ്? 630 ആണ്. നമുക്ക് ഇവിടെ കണ്ടപ്പോൾ മനസ്സിലായി അല്ലേ? 20 കഴിഞ്ഞു, ഇടയിലുള്ള നമ്പർ 30, പിന്നെയാണ് 40. അപ്പൊ നമുക്ക് 28 ആണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ 20യുടെയും 30യുടെയും ഏകദേശം ഇവിടെ ആയിട്ടാണ് 28 വരിക. അപ്പൊ ഇവിടെ ഏത് നമ്പറാണ്? 628. അത് നമുക്ക് മാർക്ക് ചെയ്യേണ്ട നമ്പറാണ്. അപ്പൊ അതും കഴിഞ്ഞു. ഇനി 696 അതെവിടെയാ വരിക? 608 കഴിഞ്ഞു. ഇവിടെ 700 ആണ്. ഇതിന്റെ മിഡിൽ വരാൻ പോകുന്ന നമ്പർ ഏതായിരുന്നു?
80, 90 ആണ് 100. അപ്പൊ ഇവിടെ 690 ആണ് വരിക. നമുക്ക് വേണ്ടത് 696 ആണ്. 690യുടെയും 700ന്റെയും എവിടെയായിട്ടാണ് 696 വരിക. ഓക്കെ, 696. ഇനി 590 അതെവിടെയായിരുന്നു വരേണ്ടത്? 580 ഇവിടെയുണ്ട്, 600 ഇവിടെയുണ്ട്, ഇതിന്റെ മിഡിൽ 80, 90, 100 അല്ലേ? അപ്പൊ 590 ഇവിടെയാണ്. അപ്പൊ ആ നമ്പറും മാർക്ക് ചെയ്തു. അടുത്തത് ഓൾസോ ലൊക്കേറ്റ് ദ ഫോളോയിങ് നമ്പർ ഓൺ ദ നമ്പർ ലൈൻ. അഗെയിൻ അതുപോലെ തന്നെ വേറെയും കുറെ നമ്പേഴ്സ് തന്നിരിക്കുകയാണ്. നമുക്ക് ആദ്യം ഇവിടെ കാലിയായ ബോക്സസ് ഒന്ന് ഫില്ല് ചെയ്ത് നോക്കാം. 695ൽ നിന്ന് എങ്ങനെയാണ് 715ലേക്ക് എത്തിയിരിക്കുന്നത്? 95 പ്ലസ് 5 ഈക്വൽ ടു 100 ആണെന്ന് നമുക്കറിയാം. അപ്പൊ 695 പ്ലസ് 5 എത്രയാണ്? 700. 700ൽ നിന്ന് 715ൽ എങ്ങനെ എത്തി? 700 പ്ലസ് 15 ഈക്വൽ ടു 715. അപ്പോൾ ആദ്യം ഒരു പ്ലസ് 5 ചെയ്തു, 700 എത്തി. അവിടെ നിന്ന് പ്ലസ് 15 ചെയ്തു, 715 എത്തി. അപ്പൊ ടോട്ടൽ ഗ്യാപ്പ് എത്രയാണ്? 15 പ്ലസ് 5 ദാറ്റ് ഈസ് 20. അപ്പൊ ഇതിന്റെയും ഇടയിലുള്ള നമ്പർ ആണ് 20. ഇവിടെയും ഗ്യാപ്പ് 20 ആണ്. അപ്പൊ ഈ ബോക്സിൽ എന്താ വരിക? 735 പ്ലസ് 10, 745 ഇവിടെ വരും. ഇനി 745 പ്ലസ് 10, 755. അതുപോലെ 75, 95. ഇനി ഇവിടെ എത്ര വരിക? ഇവിടെ 815. ഇത് നേരെ തന്നെ നോക്കി പറഞ്ഞ് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യാം. ഇനി പെട്ടെന്ന് അതിൽ എത്താൻ പറ്റാത്ത ആളുകൾ, കുറച്ച് സ്ലോ ആയിട്ട് പോകുന്ന ആളുകൾ ഒരു പേപ്പർ എടുത്ത് അതിൻ്റെ കൂടെ 20 എന്ന് ആഡ് ചെയ്തിട്ട് പോവാം. ഓക്കെ, 795 പ്ലസ് 20, 5 പ്ലസ് 0 5, 9 പ്ലസ് 2 11, 1 here, 7 പ്ലസ് 1 8, 815. അല്ലാത്ത ആളുകൾ മനസ്സിൽ തന്നെ ചെയ്ത് പോവാ. ബാക്കിയുള്ളവർ ഒട്ടും പേടിക്കണ്ട, നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി. കുറച്ച് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ എന്താ വരിക? 75 പ്ലസ് 10 85, 85 പ്ലസ് 10 95. അപ്പൊ ഇവിടെ 895. ഇനി നമുക്ക് ഈ നമ്പേഴ്സ് ഇവിടെ മാർക്ക് ചെയ്യാൻ ശ്രമിക്കാം. ഫസ്റ്റ് 703. 695 പ്ലസ് 10 705 ആണെന്ന് പറഞ്ഞു. അത് ഈ മിഡിൽ എവിടെയോ ആണ് വരിക. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും 703. കൃത്യമായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യണമെന്നില്ല കേട്ടോ, ഏകദേശം മാർക്ക് ചെയ്താൽ മതി. അപ്പൊ ഇതാണ് ഫസ്റ്റ് നമ്പർ. ഇനി 721. 715ന്റെയും 735ന്റെയും ഇടയിൽ എവിടെയോ ആണ് 21 വരുന്നത്. അപ്പൊ ഏകദേശം ഇവിടെ മാർക്ക് ചെയ്യാം, 721. ഇനി നെക്സ്റ്റ് 759. എവിടെയാ വരിക? ഇവിടെ ഒരു 55 ഉണ്ട് അല്ലേ? നമുക്ക് ഇവിടെ ആയിട്ട് മാർക്ക് ചെയ്യാം, 759. ഇനി 810 എവിടെയാ വരിക? അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ 815 ആണ്. അപ്പൊ ഇതിനേക്കാളും ചെറുതായിരിക്കും അല്ലേ? ഇപ്പൊ ഇതിന്റെ ഇടയിലാണ് 810 വരിക. അപ്പൊ ഇവിടെ 810. അപ്പൊ അത് മാർക്ക് ചെയ്തു. നെക്സ്റ്റ് 855. അത് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ടല്ലോ, അതാണ് 855. അത് മാർക്ക് ചെയ്തു. ഇനി അടുത്തത് 887. 875ന്റെയും 895ന്റെയും ഇടയിലാണ് വരിക. അപ്പൊ ഏകദേശം ഇവിടെയായിരിക്കും 887. അപ്പൊ അത് മാർക്ക് ചെയ്തു. നിങ്ങൾ സ്വന്തമായിട്ട് മാർക്ക് ചെയ്യാൻ ശ്രമിക്കാം, എന്നിട്ട് ഇത് കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യാം. Write the appropriate number between which each of the given numbers lie. ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യുമ്പോൾ അത് രണ്ട് നമ്പറിൻ്റെ ഇടയിലായിരിക്കും നമ്മൾ ഊഹിച്ചെഴുതിയില്ലേ? അതെങ്ങനെയാണ് എഴുതിയത്? അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വരുന്നത്. ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഒരു നമ്പർ തന്നിട്ട് അതിൻ്റെ നെയ്ബറിംഗ് ഹൺഡ്രഡ്സ്, നെയ്ബറിംഗ് 50s ആൻഡ് നെയ്ബറിംഗ് 10s ആണ് ചോദിക്കുന്നത്. നമുക്ക് അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നൊന്ന് ആദ്യം നോക്കാം. അതിനുശേഷം ഈ ടേബിൾ ഫിൽ ചെയ്യാം. ഇവിടെ 101 മുതൽ 200 വരെയുള്ള നമ്പേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം 101ന്റെ തൊട്ട് മുന്നിലത്തെ നമ്പർ എത്രയാണ്? 100 ആണല്ലേ?
100 and 200. അപ്പോൾ ഈ നമ്പേഴ്സ് ഇത്രയും നമ്പേഴ്സ് ആർ ഇൻ ബിറ്റ്വീൻ 100 and 200. അപ്പോൾ ഇതിനുള്ളിൽ ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ നൈബറിംഗ് ഹൺഡ്രഡ്സ് ഏതാണ്? 100 and 200. ശരിയല്ലേ? ഇവിടെ ഞാനൊരു നമ്പർ എടുക്കുകയാണ് 147. ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഹൺഡ്രഡ്സ് ഏതൊക്കെയാണ്? ബാക്കിൽ 100 ഉണ്ട്, ഫ്രണ്ടിൽ 200 ഉണ്ട്. അതുപോലെ 161 എടുത്താലും അതിൻ്റെ ബാക്കിൽ 100 ആണ്, ഫ്രണ്ടിൽ 200 ആണ്. ഇതിലിനി അടുത്ത 100 വരുന്നത് എവിടെയാ? 300 ആണല്ലേ? അത് വളരെയധികം ദൂരെയാണ്. അപ്പോൾ ഏതാണ് തൊട്ടടുത്തുള്ള രണ്ട് ഹൺഡ്രഡ്സ്? അതാണ് നൈബറിംഗ് ഹൺഡ്രഡ്സ് എന്ന് പറയുന്നത്. ഇനി നൈബറിംഗ് 50s എന്ന് പറഞ്ഞാലോ? ഈ തന്നിരിക്കുന്നതിൽ എത്ര 50s നമുക്ക് കാണാൻ പറ്റും? നമ്മൾ 50s പോവുകയാണെങ്കിൽ 50, 100, 150, 200, 250 ഇങ്ങനെയാണ് 50s പോകുന്നത്. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് 50s ഉള്ളത്? ഒന്ന് 100 ഉണ്ട്, ഇവിടെ 100 ആണുള്ളത്. പിന്നെയോ 150, എവിടെ 150? ഇവിടെ ഉണ്ട്. ഇനി ഏതാണ്? 200 ആണ് അടുത്തത്, 200. അപ്പൊ ഇതിൽ വരുന്ന 50 ഏതൊക്കെയാണ്? ഒരു 100 ഉണ്ട്, 150 ഉണ്ട്, 200 ഉണ്ട്. ഈ 100ന്റെയും 150യുടെയും ഇടയിൽ ഏത് നമ്പർ എടുത്താലും അതിൻ്റെ നൈബറിംഗ് 50s ഏതൊക്കെയായിരിക്കും? ഒന്ന് 100 ആയിരിക്കും, ഒന്ന് 150 ആയിരിക്കും. 150ക്ക് ശേഷം 200ന്റെ മുന്നേയുള്ള നമ്പർ എടുത്താലോ അതിൻ്റെ നൈബറിംഗ് 50s ഏതൊക്കെയാണ്? 150 and 200. ഇവിടെ നമുക്ക് 100 ഉണ്ട്, ഇവിടെ നമുക്ക് 200 ഉണ്ട്, ഇടയ്ക്ക് ഒരു 150യും ഉണ്ട്. ഇവിടെയുള്ള ഏത് നമ്പർ എടുത്താലും ആ നമ്പറിന്റെ നൈബറിംഗ് 50 എന്ന് പറഞ്ഞാൽ 100 and 150 ആണ്. ഇനി ഇവിടെയുള്ള ഏത് നമ്പർ എടുത്താലോ അവിടെ നൈബറിംഗ് 50 എന്ന് പറഞ്ഞാൽ 150യും 200ഉമാണ്. നെക്സ്റ്റ് നൈബറിംഗ് ടെൻസ്. നമുക്കറിയാം ഇവിടെ 100 പിന്നെ 110 ഇതാണ് ടെൻസ് അല്ലേ? അപ്പൊ 100ന്റെയും 110ന്റെയും ഇടയിലുള്ള ഏത് നമ്പർ എടുത്താലും അതിന്റെ നൈബറിംഗ് ടെൻസ് ഏതൊക്കെയാണ്? ഒന്ന് 100, ഒന്ന് 110. ഇനി ഇവിടെയുള്ള നമ്പേഴ്സ് ആണ് എടുക്കുന്നതെങ്കിലോ ഇത് 110ന്റെയും 120യുടെയും ഇടയിലുള്ള നമ്പേഴ്സ് ആണ്. അപ്പൊ അതിന്റെ നൈബറിംഗ് ടെൻസ് ആണ് 110, 120. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ടേബിൾ ഫില്ല് ചെയ്ത് നോക്കാലോ. 468, 400. അപ്പൊ 400 സ്റ്റാർട്ട് ചെയ്തു അല്ലെ? 68 എന്ന് പറയുമ്പോൾ ബാക്കിൽ ആരാ ഉള്ളത്? 400. ഇനി ഇതിന്റെ ഫ്രണ്ടിൽ ആരാ ഉണ്ടാവുക? 500. അപ്പൊ 468 എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ 400 and 500 ആണ്. അപ്പൊ അതിന്റെ നൈബറിംഗ് ഹൺഡ്രഡ്സ് 400 and 500. അതുപോലെ നൈബറിംഗ് 50സോ ഇവിടെ നോക്കിയേ 468 ആണ്. 68 എന്ന നമ്പർ 50ക്ക് ശേഷമാണ് എന്ന 100ന്റെ മുമ്പേ ആണ് അല്ലേ? അപ്പൊ ഈ കേസിൽ 468 ആണ്. അപ്പൊ അതിന്റെ തൊട്ട് മുമ്പ് ഏതാണ്? 450 and 500. ഇനി നൈബറിംഗ് ടെൻസോ 68 ആണ്. അപ്പൊ 6 ടെൻസ് ഓൾറെഡി ഉണ്ട്. ഇനി അടുത്ത ടെൻസ് ആവാൻ പോകുന്നത് ഏതാണ്? 7 ടെൻസ് ആണ്. അപ്പൊ 460യും 470ന്റെയും ഇടയിലാണ് ഈ നമ്പർ വരുന്നത്. അപ്പോൾ 183 ആണെങ്കിലോ ഏതൊക്കെയാണ് 100? 100 and 200. അതിന്റെ ഇടയിലാണ് 183 വരുന്നത്. ഇനി നൈബറിംഗ് 50s ഏതാണ്? 150 കഴിഞ്ഞിട്ടാണ് ഈ നമ്പർ. അപ്പോൾ 150യും 200ഉം ആണ് നൈബറിംഗ് 50s. ഇനി നൈബറിംഗ് ടെൻസ് ഏതാണ്? 8 ടെൻസ് ഉണ്ട്, 80s ഉള്ളത്. 180 and 190. അതുപോലെ 345, 300s ഓൾറെഡി ഉണ്ട്. അപ്പോൾ 300ന്റെയും 400ന്റെയും ഇടയിലാണ് ഈ നമ്പർ വരുന്നത്. ഇനി നൈബറിംഗ് 50s ഇവിടെ നോക്കിയേ 45 ആണ്. അത് 15നേക്കാളും ചെറുതാണ് അല്ലേ? അപ്പൊ ഇവിടെ ഏതാ വരിക? 300ഉം 350യും. ഇതിന്റെ ഉള്ളിലാണ് ഈ നമ്പർ വരിക. ഇനി ഏതൊക്കെയാണ് നെയ്ബറിംഗ് ടെൻസ്? ഓൾറെഡി 4 ടെൻസ് ഉണ്ട്. അപ്പോൾ 340ന്റെയും 350ന്റെയും ഇടയിലാണ് ഈ നമ്പർ. ഓക്കെ, അടുത്തത് അതുപോലെ 693.
600 and 700ന്റെ ഇടയിലാണ് ഈ നമ്പർ. ഈ രണ്ട് നമ്പേഴ്സ് ആണ് നെയ്ബറിംഗ് ഹൺഡ്രഡ്സ്. ഇനി നെയ്ബറിംഗ് 50യോ, ഇത് 93 ആണ്, 50നേക്കാളും കൂടുതലാണ്. അപ്പൊ 650 and 700. ഇനി നെയ്ബറിംഗ് ടെൻസോ 93 ആണ്, അപ്പൊ 90നേക്കാളും കൂടുതലാണ് അല്ലേ. അപ്പൊ 690യും 700ഉം ആണ്. ഇതിന്റെ ഇടയിലാണ് ഈ നമ്പർ വരുന്നത്. അതുപോലെ 734ന്റെ 700 and 800. ഏതാണ് 50 വരുന്നത്? 34 എന്ന് പറഞ്ഞാൽ 50നേക്കാളും കുറവാണ്. അപ്പോൾ 700 and 750. ഇനി നെയ്ബറിംഗ് ടെൻസോ 3 ടെൻസ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ 713ന്റെയും 740ന്റെയും ഇടയിലാണ്. ഇവിടെ 899 എവിടെയാ വരുന്നത്? 800ന്റെയും 900ന്റെയും ഇടയിലാണ്. 50s ഓഫ് കോഴ്സ് ഇത് 50നേക്കാളും കൂടുതലാണ്. അപ്പോൾ 850യും 900ന്റെയും ഇടയിലാണ്. ടെൻസോ 99, അപ്പോൾ 890ന്റെയും 900ന്റെയും ഇടയിലാണ്. ഇത് 1-2 നമ്പേഴ്സിന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. പറയുമ്പോൾ കുറച്ചൊരു കൺഫ്യൂസിംഗ് ആയി തോന്നും, പക്ഷെ കുഴപ്പമില്ല, പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, ഹെൽപ്പ് ക്രെയിൻസ് റീച്ച് ദെയർ ഫുഡ് യൂസിങ് ദ നമ്പർ ലൈൻ. ഇവിടെ ഒരു ക്രെയിൻ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ഓരോ ഫുഡും ഉണ്ട്. ബാക്ക് സൈഡിൽ ഒരു വേം ഉണ്ട്, ഫ്രണ്ട് സൈഡിൽ ഒരു ഫിഷ് ഉണ്ട്. ക്രെയിൻ എങ്ങനെയാണ് അതിൻ്റെ ഫുഡിൻ്റെ അടുത്തേക്ക് എത്തുക നോക്കാം. ഫസ്റ്റ് വൺ, ടു റീച്ച് ദ വേം. വേം എവിടെയുള്ളത്? ക്രെയിനിന്റെ ബാക്ക് സൈഡിലാണ് അല്ലേ. ഇപ്പൊ ക്രെയിൻ നിൽക്കുന്നത് ഏത് നമ്പറിലാണ്? 665, 66 and 67. ഇവിടെ 667ലാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ബാക്കോട്ട് പോയാലാണ് 650 എത്തുക. ബാക്ക്വേർഡ് ആയിട്ട് പോകുന്നത് സബ്സ്ട്രാക്ഷൻ ആണ്. കുറേ സ്റ്റെപ്സ് ബാക്കോട്ട് പോയാലാണ് വേമിൻ്റെ അടുത്ത് എത്തുക. എത്ര സ്റ്റെപ്സ് പോകണം നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16 and 17. 17 സ്റ്റെപ്സ് ബാക്കോട്ട് പോയപ്പോൾ 650ലെത്തി. ലെങ്ത് ഓഫ് സ്റ്റെപ്സ്, ഇതിൽ ഒരു സ്റ്റെപ്പിന്റെ ലെങ്ത് എന്താണ്? ഒരു സ്റ്റെപ്പിന്റെ ലെങ്ത് 1 ആണ് അല്ലേ. അപ്പൊ ലെങ്ത് ഓഫ് ദ സ്റ്റെപ്പ് ഈക്വൽ ടു 1. ഇനി ഇതേ കാര്യം നമുക്ക് വേറെ രീതിയിൽ നോക്കാം. 667ൽ നിന്ന് നമ്മൾ ബാക്ക്വേർഡ് 2 ജമ്പ് ചെയ്തു. 2 ജമ്പ് ബാക്കോട്ട് ചെന്നപ്പോൾ 665ലെത്തി. അവിടുന്ന് ഒറ്റ ജമ്പ് 660യിലേക്ക്, 5 ബാക്ക്വേർഡ്. അഗെയിൻ 5 ബാക്ക്വേർഡ് എത്തിയപ്പോൾ 655ലെത്തി. അഗെയിൻ 5 ചെയ്തപ്പോൾ 650യിലെത്തി. ഈ പ്രാവശ്യം നേരത്തെ പോലെയല്ല. എത്ര സ്റ്റെപ്പ് എടുത്തു? ഒരു സ്റ്റെപ്പ് ഇവിടെ, 2 സ്റ്റെപ്പ് ഇവിടെ, 3 സ്റ്റെപ്പ് ഇവിടെ, 4 സ്റ്റെപ്പ്. ഓൺലി 4 സ്റ്റെപ്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ലെങ്ത് ഓഫ് ഈച്ച് സ്റ്റെപ്പ് എന്താണ്? ഒരു പ്രാവശ്യം 2 ആണ്, 3 പ്രാവശ്യം 5 ആണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഇതിന്റെ പല ലെങ്ത്തിലുള്ള സ്റ്റെപ്സും ബാക്കോട്ട് പോയി നോക്കുക. അപ്പോൾ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് സ്റ്റെപ്സും കുറവായിരിക്കും. പക്ഷെ ഇവിടെ ആദ്യത്തെ കേസിൽ 1 സ്റ്റെപ്പാണ് ബാക്കോട്ട് പോയത്. അപ്പോൾ ലെങ്ത് ഓഫ് ദ സ്റ്റെപ്പ് ഈക്വൽ ടു 1. ഇതുപോലെ നെക്സ്റ്റ്, ടു റീച്ച് ദ ഫിഷ്. ഫിഷ് എവിടെയാണുള്ളത്? ഫ്രണ്ടിലാണല്ലേ. അപ്പൊ അവിടേക്ക് പോകുന്നത് എങ്ങനെയാണ്? ഫോർവേഡ് ജമ്പ് ആണ്. ഫോർവേഡ് ജമ്പ് എന്ന് പറഞ്ഞാൽ അഡീഷൻ ആണ് വരുന്നത്. 667 പ്ലസ് ഡാഷ് സ്റ്റെപ്പ് ഈക്വൽ ടു 700. നമുക്ക് 1 ആയിട്ട് എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33. അപ്പോൾ 33 സ്റ്റെപ്സ് ആണ് 700ൽ എത്താൻ ആവശ്യമായിട്ടുള്ളത്. 667 പ്ലസ് 33 ഈക്വൽ ടു 700. ഇവിടെ ലെങ്ത് ഓഫ് ഈച്ച് സ്റ്റെപ്പ് എന്താണ്? 1 ആണ്. ഇവിടെയും ഡിഫറെന്റ് ലെങ്ത്തിലുള്ള സ്റ്റെപ്സ് നിങ്ങൾ ചെയ്തു നോക്കണം. ഇതേപോലെ നെക്സ്റ്റ് പ്രോബ്ലം
ടു റീച്ച് ദ worm. ഈ ക്രെയിനോ ഇവിടെ ഏതിലാണ് ഇപ്പൊ നിൽക്കുന്നത്? 770 വരെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 71, 72, 73 ഉള്ളത് 773യിലാണ്. ബാക്കോട്ട് പോകണമെങ്കിലും ഫ്രണ്ടിലേക്ക് പോകണമെങ്കിലും എവിടുന്നാ സ്റ്റാർട്ട് ചെയ്യുക? 773. 773. ഇപ്പം നമ്മൾ ബാക്കോട്ടാണ് പോകുന്നത്, സബ്സ്ട്രാക്ഷൻ ആണ് ചെയ്യുന്നത്. എങ്ങനെയാണ്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23. 23 സ്റ്റെപ്സ് ബാക്കോട്ട് ചെന്ന് കഴിഞ്ഞാൽ 750 ആകും. ഇത് നമുക്ക് ചെക്ക് ചെയ്യാം കറക്റ്റ് ആണെന്ന്. എങ്ങനെയാ ചെക്ക് ചെയ്യുക? നമുക്ക് സബ്സ്ട്രാക്ഷൻ ചെയ്യാം. 773 minus 23. 3 minus 3 is 0. 7 minus 2 is 5. 7. Answer is 750. അപ്പം നമ്മൾ ചെയ്തത് ശരിയാണ്. ഇവിടെയും ലെങ്ത് ഓഫ് ഈച്ച് സ്റ്റെപ്പ് എന്താണ്? 1 ആണ് അല്ലേ? ഓരോ സ്റ്റെപ്പിൻ്റെയും ലെങ്ത് 1 ആണ്. അങ്ങനെയുള്ള 23 സ്റ്റെപ്സ് ബാക്കോട്ട് പോയപ്പോഴാണ് 750യിൽ എത്തിയത്. ഇതുപോലെ നിങ്ങൾ 2, 2, 2 പോയിട്ട് ജമ്പ് ചെയ്ത് നോക്കാം, അവിടെ എത്തുമോ? 3, 3, 3 ജമ്പ് ചെയ്യാം. എത്ര സ്റ്റെപ്പ് ആവശ്യമുണ്ടെന്ന് നിങ്ങൾ സ്വന്തമായിട്ട് ചെക്ക് ചെയ്യാം. ഇനി ഫോർവേഡ് ഫിഷിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്തോ 773യിലാണുള്ളത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27. ഇവിടെ 27 സ്റ്റെപ്സ് ഫോർവേഡ് പോയാലാണ് 800ലെത്തുക. അപ്പോൾ ലെങ്ത് ഓഫ് ഈച്ച് സ്റ്റെപ്പ് എവിടെയും 1 ആണ്. ഇതും നമുക്ക് ചെക്ക് ചെയ്യാം. 773 പ്ലസ് 27. 3 plus 7, 0, 1. 7 plus 3, 0. Again 1. 7 plus 1, 800. അപ്പോൾ ഇത് കറക്റ്റ് ആണ്. Tombola. Fill the grid with number between 570 and 630. Strike out all the numbers which match the clues below. You can strike out more than one number. The child who has most number cancelled is the winner. One example is given below. നിങ്ങൾ ഇതുവരെ തമ്പോല കളിച്ചിട്ടുണ്ടോ? അപ്പോൾ തമ്പോല എങ്ങനെയാണ് കളിക്കുക? ഇവിടെ പറഞ്ഞിരിക്കുന്നത് കുറേ നമ്പേഴ്സ് തന്നിട്ടുണ്ട്, ഇവിടെ കുറച്ച് ക്ലൂസും തന്നിട്ടുണ്ട്. ആ ക്ലൂവിനനുസരിച്ച് നമുക്ക് ഇവിടെയുള്ള എല്ലാ നമ്പേഴ്സും കട്ട് ചെയ്ത് കളയാം. ആരുടെയാണോ ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് കട്ടാവുന്നത് അവരാണ് വിന്നർ. അപ്പോൾ ഫസ്റ്റ് ഇവിടുത്തെ ആദ്യത്തെ ക്ലൂ 597. ഇവിടെ 597 ഉണ്ടല്ലേ, അത് കട്ടായി. ഇനി നമ്പർ വിത്ത് 4, നമ്പറിൽ എവിടെയെങ്കിലും 4 വരികയാണെങ്കിൽ ഇത് കട്ടായി. ഇതിൽ 4 ഉണ്ട്, അത് കട്ടായി. ഇനി എവിടെയെങ്കിലും 4 ഉണ്ടോ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് കട്ട് ചെയ്യുക. ഓക്കെ. ഇനി നമ്പർ ബിറ്റ്വീൻ 595 and 605. ഏതൊക്കെ നമ്പറാണ് ഉള്ളത്? 599 ഇവിടെ ഉണ്ട്, അതിനെ കട്ട് ചെയ്തു. 600 ഉണ്ട്, അതിനെ കട്ട് ചെയ്തു. 602 ഉണ്ട്, അതിനെ കട്ട് ചെയ്തു. ഇനി ഏതാ ഉള്ളത്? ഇനി തൽക്കാലം ഒന്നുമില്ല. ഇനി അടുത്ത ക്ലൂ നോക്കാം. എ നമ്പർ വിത്ത് 1 ആസ് 10 digits. 10 ഡിജിറ്റിൽ 1 വരുന്ന നമ്പർ ഏതാണ്? അതുകൊണ്ട് ഇത് കട്ട് ചെയ്തു. ഇതുണ്ടായിരുന്നു, ഇത് ഓൾറെഡി നമ്മൾ കട്ട് ചെയ്തതാണ്. ഇനി അടുത്തത് 2 more than 610. 610നേക്കാളും 2 കൂടുതലാണെങ്കിൽ എന്താ നമ്പർ വരിക? ഈസ് ഈക്വൽ ടു 612. 612 ഇതിലുണ്ടോ? ഇല്ല അല്ലേ? നമ്പർ ഇല്ലെങ്കിൽ കട്ട് ചെയ്യണ്ട. 5 less than 625. 625നേക്കാളും 5 ലെസ്. ദ നമ്പർ ഇസ് 620. ഇതിവിടെ ഉണ്ടോ? 620യും ഇല്ല. അപ്പോൾ ഇത്രയും നമ്പേഴ്സ് ആണ് കട്ട് ചെയ്തത്. ബാക്കിയുള്ള നമ്പേഴ്സ് ഒക്കെ ഇതിലുണ്ട്. ഇതുപോലെ ഓരോ ക്ലൂവിനനുസരിച്ച് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന നമ്പേഴ്സ് ഒക്കെ കട്ട് ചെയ്യാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ആരാണ് കട്ട് ചെയ്യുന്നത് അയാളാണ് വിന്നർ. റൈറ്റ് ഡിഫറെൻറ്റ് വേസ് ഓഫ് മേക്കിംഗ് ഫോളോയിങ് നമ്പേഴ്സ്. സെൻറ്ററിൽ ഒരു നമ്പർ തന്നിട്ടുണ്ട്. ഈ നമ്പറിനെ പല രീതിയിൽ എഴുതിയിരിക്കുകയാണ്. 368നെ 3 hundreds, 6 tens and 8 ones. ഇനിയോ 32 less than 400. നെക്സ്റ്റ് 100 എത്രയാണ്? 400 ആണല്ലേ.
400ൽ എത്തണമെങ്കിൽ 365നോട് ഏത് നമ്പറാണ് ആഡ് ചെയ്യേണ്ടത്? അതെങ്ങനെയാ കിട്ടുക? ആദ്യം 400ൽ നിന്ന് മൈനസ് 368 ചെയ്ത് നോക്കാം. നമുക്കിത് നോക്കാം. 10 minus 8 is 2, 9 minus 6 is 3, 3 minus 3 0. അപ്പോൾ എത്രയാണ്? 32. So 32 less than 400. 400 minus 32 is 368. 68 more than 300. ഇത് രണ്ടും നിയറസ്റ്റ് ഹൺഡ്രഡ്സ് ആണ്. അതിൽ നിന്നുള്ള ഡിഫറൻസ് ആണ് നോക്കിയിരിക്കുന്നത്. ഇനി എങ്ങനെയും കൂടി എഴുതാം. 300 പ്ലസ് 60 പ്ലസ് 8 ഈക്വൽ ടു 368. അപ്പോൾ നേരത്തെ തന്ന പോലെയുള്ള ഒരു നമ്പറാണ്. ഇതിനെ നിങ്ങൾക്ക് ഏതൊക്കെ വേയിൽ എഴുതാം? നമുക്ക് നോക്കാം. ഫസ്റ്റ് എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? 9 hundreds. 0 tens. ഒറ്റ 10 പോലും ഇല്ല. 5 ones. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ നിയറസ്റ്റ് 100 നോക്കി എഴുതാലോ. ആദ്യം 900 ആണ്. 900ൽ നിന്ന് എത്ര കൂടുതലാണ്? 5 more than 900. ഇനി ഇതിന്റെ നെക്സ്റ്റ് 100 ഏതാണ്? 1000 ആണ് അല്ലേ? 1000ൽ നിന്ന് എത്ര കുറവാണ്? 905. നമുക്ക് മൈനസ് ചെയ്ത് നോക്കാം. 10 minus 5, 5. 9 minus 0, 9. So 95 less than 1000. ഇല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 900 plus 5. അതുപോലെ തന്നെ ഈ നമ്പർ എങ്ങനെ എഴുതാം? 5 hundreds, 5 tens and 5 ones. ഇനി ഇതിന്റെ നിയറസ്റ്റ് ഹൺഡ്രഡ്സ് വെച്ച് നോക്കുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? 55 more than 500. 45 less than 600. ഇനി ഇവിടെ 500 plus 50 plus 5. അടുത്ത നമ്പർ. ഇതൊക്കെ നിങ്ങൾ സ്വന്തമായി ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് നോക്കാം എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്. 7 hundreds, 3 tens and 6 ones. ഇത് 36 more than 700. 800ലേക്ക് എത്രയും കൂടി വേണം? 800ൽ നിന്ന് മൈനസ് ചെയ്ത് നോക്കാം. 736. 10 minus 6 is 4. 9 minus 3 is 6. 64. That means 64 less than 800. ഇനി ഇവിടെ 700 plus 30 plus 6. Skip and move. Teji and Jojo are resting. Ajji asked them to complete the number patterns. Let us help them fill in the empty boxes. ഇവിടെ തന്നിരിക്കുന്ന empty boxes ഒക്കെ fill ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യാം. നമുക്ക് ആദ്യം ഈ ഒരു പോർഷൻ മാത്രം എടുത്ത് ചെയ്ത് നോക്കാം. ഈ പോർഷനിൽ ഇവിടെ ക്ലൂ തന്നിട്ടുണ്ട്. 720 plus 10, 730. അപ്പോൾ ഇനി ഇതിനോട് 10 ആഡ് ചെയ്യണം. 30 plus 10 is 40 അല്ലേ? അപ്പോൾ 740. ഇനി ഇവിടെയും 10 ആഡ് ചെയ്തപ്പോൾ 50 ആയി. ഇവിടെ 10 ആഡ് ചെയ്തപ്പോൾ 760 ആയി. 60 plus 10, 770. 70 plus 10, 780. ഇനി ഇവിടുന്ന് മേലേക്കോ 100 ആണ് ആഡ് ചെയ്യുന്നത്. 450 plus 100 is 550. 550 plus 100 equal to 650. പിന്നെ 750, 850. ഇനി അടുത്തത് അപ്പോൾ എത്രയായിരിക്കും? 950. ഇത് ഈസി ആണല്ലേ? അപ്പൊ അതുപോലെ ഇതും നോക്കിയാലോ. 830യോട് 30 ആണ് ആഡ് ചെയ്യുന്നത്. 30 plus 30, 60. 60 plus 30 എത്രയാ വരിക? 90. അപ്പൊ ഇവിടെ 890. ഇനി 890 plus 30യോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. 890 plus 30 equal to 920. 920. ഇനി ഇതിനോട് plus 30 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക?
950. 950നോട് again 30 ആഡ് ചെയ്താൽ 980 ആണ് കിട്ടാൻ പോകുന്നത്. ഇനി ഇവിടെ ഈ ഒരു സ്ലാൻഡിംഗ് പൊസിഷനിൽ നോക്കാം. 845 plus 15 is equal to 860. 860 plus 15 equal to 75. ഇനി 75നോട് 15 ആഡ് ചെയ്താൽ എത്രയാ കിട്ടുക? നിങ്ങൾക്ക് അറിയാത്തവർ എഴുതി നോക്കാം. 875 plus 15, 880. ഇതിനോട് 15 ആഡ് ചെയ്തപ്പോൾ 905, അതിനോട് 15 ആഡ് ചെയ്തപ്പോൾ 920. ഇത് കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ 880ൻ്റെ അടുത്ത് 25 ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. നോക്കിയേ, 880 പ്ലസ് 25, 905. അപ്പൊ ഇവിടെ കിട്ടിയത് കറക്റ്റ് അല്ലേ? ഇനി ഇതിന്റെ കൂടെ 25 ആഡ് ചെയ്തപ്പോൾ 930 കിട്ടി. ഇനി ഇതിന്റെ കൂടെ 25 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പർ ആണ് ഇവിടെ എഴുതേണ്ടത്. അതാണ് 955. Let us do. Write number sentences for numbers in the center. സെൻറ്ററിൽ തന്നിരിക്കുന്ന ഒരു നമ്പറിനെ പല രീതിയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. 290 plus 110 equal to 400. ഇത് 400 തന്നെ ആണോ കിട്ടുക എന്ന് നിങ്ങൾ എഴുതി ചെക്ക് ചെയ്യണം കേട്ടോ. എങ്ങനെ എഴുതാൻ പറ്റും? 290 plus 110, 0 plus 0 0, 9 plus 1 10, അതിൻ്റെ 0 ഇവിടെ എഴുതാം. 1, 2 plus 1 is 3 plus 1 is 4. ഓക്കെ, 400. സോ അത് 400 ആണ് കിട്ടുക. ഇനി ഇതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ എഴുതാം? 400ൽ നമുക്ക് എഴുതാം 300 plus 100, ഇല്ലെങ്കിൽ 350 plus 50, ഇല്ലെങ്കിലോ 390 plus 10. ഇനി അതും അല്ലെങ്കിൽ നമുക്ക് 500 minus 100. ഇനി ഇവിടെയോ 775, 750 plus 25. നമുക്ക് 770 plus 5 എന്ന് എഴുതാം. 700 plus 75 എന്ന് എഴുതാം. അല്ലെങ്കിലോ 800 minus 25 എന്ന് എഴുതാം. ഇനി അതുമല്ലെങ്കിൽ നമുക്ക് 600 plus 175 എന്നും എഴുതാം. Write the numbers in the blank spaces such that they meet the conditions. ഇവിടെ ഈ കണ്ടീഷൻസ് നിങ്ങൾ മുമ്പ് പഠിച്ചതാണല്ലേ. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഗ്രേറ്റർ ദാൻ. ഇവിടെ ഒരു ബോക്സിൽ നിങ്ങൾ നമ്പർ ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ ആ നമ്പർ 400നേക്കാളും കൂടുതലാവണം. നിങ്ങൾക്ക് 401 എഴുതാം, വേണമെങ്കിൽ 500 എഴുതാം. ഇവിടെയും അതുപോലെ ഈ ഒരു സിമ്പിളാണ് നോക്കേണ്ടത്. ഇത് ചെറിയ ഭാഗമാണ്, ഇത് വലിയ ഭാഗമാണ്. അപ്പോൾ ഇവിടെ വലിയ നമ്പർ വേണം എഴുതാൻ. 450, 475, അങ്ങനെ ഇഷ്ടമുള്ള നമ്പർ എഴുതാം. ഇവിടെയും ഇവിടെ ഔട്ടറിലൊക്കെ നമ്പർ തന്നിട്ടുണ്ട്. ഇതിനേക്കാളും ചെറിയൊരു നമ്പറാണ് നമ്മൾ ഉള്ളിലേക്ക് എഴുതേണ്ടത് അല്ലേ? അപ്പോൾ 419, 425, 385, 436. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ നമ്പറാണ് 385. അപ്പോൾ അതിനേക്കാളും ചെറിയ നമ്പർ ആവണം ഇവിടെ. നമുക്കിവിടെ 100 എന്ന് എഴുതാം. നിങ്ങൾക്ക് 1 എഴുതാം, 2 എഴുതാം, 100 എഴുതാം, 200 എഴുതാം. ഈ നമ്പറുകളെക്കാളും ചെറിയ ഏത് നമ്പർ ആയാലും അവിടെ എഴുതാം. നമ്പർ പസിൽസ്. Fill the numbers 384, 23, 176, 905 in the empty circle such that they meet the conditions. ഇവിടെ ഈ കണ്ടീഷൻസ് തന്നിട്ടുണ്ടല്ലോ. ഇത് കറക്റ്റ് ആവാൻ വേണ്ടി ഈ നമ്പേഴ്സ് ഇതിൽ അറേഞ്ച് ചെയ്യണം. നമുക്കിതിനെ ആദ്യം ഒന്ന് അസെൻഡിങ് ഓർഡറിൽ എഴുതാം. ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 23 ആണല്ലേ. അത് കഴിഞ്ഞിട്ടുള്ള നമ്പറോ 176, അത് കഴിഞ്ഞിട്ട് 384, അത് കഴിഞ്ഞിട്ട് 905. ഇതാണ് ഇതിൻ്റെ ഓർഡർ. ഇതിൻ്റെ സിമ്പിൾ നോക്കാം. ഈ ഒരു സർക്കിളിൻ്റെ മുകളിലേക്ക് നോക്കിയേ, ചെറിയതാണ് വരുന്നത്, ലെസ്. ഇവിടെയും ചെറുതാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ നമ്പർ നമുക്ക് ഇവിടെ എഴുതാം. ഇതാണ് 23. ഇനി 23 എന്തിനേക്കാളും ചെറുതാണ്? 23യുടെ തൊട്ടടുത്ത നമുക്ക് എഴുതാം 176. ഇനി അതിനേക്കാളും വലിയ നമ്പർ
384. ഇനി അതിനേക്കാളും വലിയ നമ്പറാണ് 905. ഇപ്പം നമ്മുടെ കണ്ടീഷൻ കറക്റ്റ് അല്ലേ ചെക്ക് ചെയ്തേ. ഈ രണ്ട് നമ്പർ നോക്കുമ്പോൾ ഈ നമ്പറാണ് വലുത്, ഈ നമ്പർ നോക്കുമ്പോൾ ഇതാണ് വലുത്, ഇതാണ് ചെറുത്. ഏത് നമ്പർ എടുത്ത് നോക്കിയാലും ഇതാണ് ചെറുത് അല്ലേ? അപ്പം ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ. അപ്പം നമുക്ക് ഈ ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ വെച്ച് നിർത്താം. ഇതിൻ്റെ ബാക്കി പാർട്ട് 2 വീഡിയോ ആയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത പാർട്ടുമായിട്ട് കാണുന്നവരെ ബൈ.